നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി സെന്ററിൽ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ പറമ്പിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു. ചാലിശ്ശേരി സെന്ററിൽ സലീം സോമിലിന് സമീപം ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയായിരുന്നു അപകടം. ലോറി ഇടിച്ചുകയറി റോഡരികിലെ വൈദ്യുതി പോസ്റ്റ് തകർന്നു. കുന്നംകുളം ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നാഷണൽ ഹൈവേ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാൻ വരികയായിരുന്നു ലോറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലിശ്ശേരി സെന്ററിലെ സ്ഥിരം അപകട മേഖലയായ ഇവിടെ നിരവധി അപകടങ്ങളാണ് നടക്കുന്നത്. റോഡിന്റെ വീതി കുറവും ടിപ്പർ വാഹനങ്ങളുടെ മരണപ്പാച്ചിലും അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നതായി വാർഡ് മെമ്പർ ശിവാസ് പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ സംസ്ഥാന പാതയിൽ പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാത എന്ന് പറയുമ്പോൾ വീതി കുറഞ്ഞ റോഡാണ്. അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിരവധി അപകടങ്ങൾ ഈ മേഖലയ്ക്കകത്ത് ഉണ്ടായിട്ടുണ്ട്. 2 ദിവസം മുമ്പാണ് പഴയ വില്ലേജ് ഓഫീസിൻ്റെ സമീപത്ത് വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അയാളുടെ നില അതീവ ഗുരുതരമായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയാണ്. അന്ന് തന്നെയാണ് ഈ പ്രദേശത്തുള്ള മറ്റൊരാളെ ഒരു വാഹനം തട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഈ ടിപ്പർ ലോറിയും അപകടത്തിൽപ്പെട്ടു. ഈ പ്രദേശത്ത് ടിപ്പർ ലോറികളുടെ ഒരുപാട് എണ്ണം, വലിയ തോതിൽ ടിപ്പർ ലോറികൾ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് ഈ പട്ടാമ്പി കുന്നംകുളം മേഖല. ഈ റോഡ് മേഖല ഇടുങ്ങിയ റോഡായതുകൊണ്ട് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളുടെ വലിയ തരത്തിലുള്ള സഞ്ചാരം. ടിപ്പർ ലോറികളുടെ വേഗത നിയന്ത്രിക്കാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCTV ന്യൂസ് തൃത്താല. മലപ്പുറം ചങ്ങരംകുളത്ത് പാലത്തിന് താഴെ ഗ്രനേഡ് കണ്ടെത്തി. തിങ്കളാഴ്ച വൈകിട്ട് 3:30യോടെയാണ് സംഭവം. പന്താവൂർ പാലത്തിന് താഴെ മത്സ്യം പിടിക്കാനെത്തിയ രാജേഷിന്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു. സംശയം തോന്നിയതിനെ തുടർന്ന് നാട്ടുകാർ ചങ്ങരംകുളം പോലീസിനെ വിവരമറിയിച്ചു. SI റോബർട്ടിന്റെ നേതൃത്വത്തിൽ ചങ്ങരംകുളം പോലീസ് എത്തി പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി ശ്രദ്ധ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മൂസിൻ MLAയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന വിവിധതരം മാനസിക പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും ഇതിനെ പരിഹാരവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ശ്രദ്ധ എന്ന പേരിൽ പഠന പദ്ധതി ഒരുക്കുന്നത്. മുഹമ്മദ് മോസിൻ MLAയുടെ നേതൃത്വത്തിലാണ് പദ്ധതിക്ക് രൂപം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് MLAയുടെ നേതൃത്വത്തിൽ BRCയിൽ യോഗം ചേർന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് മണ്ഡലം കേന്ദ്രീകരിച്ച് ഈ പഠന പദ്ധതി രൂപീകരിക്കുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളുടെ അധ്യാപകരുടെ യോഗമാണ് ചേർന്നത്. യോഗം മുഹമ്മദ് മോസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷന്റെ ഭാഗമായി അതിനെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയുന്നതാണ്, നമ്മുടെ നാട് സൂയിസൈഡ് റിസ്ക് ഫാക്ടറുള്ള ഒരു നാട് കൂടിയാണ്. അത് മെന്റൽ ഹെൽത്തിന്റെ പല സ്റ്റാറ്റിസ്റ്റിക്സുകളും പറയുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി പല ആത്മഹത്യകളും പലപ്പോഴും വരുന്നത് നമ്മൾ കണ്ടു. ആത്മഹത്യ എപ്പോഴും നമുക്കറിയാം ഒരു ക്രൈ ഫോർ ഹെൽപ്പാണ്, ഒരു സഹായത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് ആത്മഹത്യ. പലപ്പോഴും സമയബന്ധിതമായിട്ട് അത് കിട്ടാതിരിക്കുമ്പോഴാണ് അത്തരത്തിൽ ആത്മഹത്യ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നത്. വളരെ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എല്ലാ മേഖലയിലും. അതുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇതിന്റെ പുറമെ ട്രീറ്റ് ചെയ്യേണ്ടി വരുന്ന മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അതും പലർക്കും ഉണ്ടാവും. അപ്പൊ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അഡ്രസ് ചെയ്യുന്നത് വളരെ അനിവാര്യമാണ് എന്ന് തോന്നി. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ വിഷയം സ്കൂൾ കേരളയുടെ ഒരു മീറ്റിംഗിൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ വിഷയം ഞാൻ അവതരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റ് നാളെ തന്നെ ഇംപ്ലിമെന്റ് ചെയ്യോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഓൾറെഡി വിദ്യാഭ്യാസ വകുപ്പ് ഇതിനുള്ള ചില ശ്രമങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജി ഗോപാലകൃഷ്ണൻ, KP ഫാറൂഖ്, ആസിഫ്, AU ബാബുരാജ്, ബിന്ദു തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് നൽകും. കേരള സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടി ഗോഖലെ സ്കൂളിന്റെ ഗായിക K ഗായത്രി. ഇത് 2ാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗായത്രി A ഗ്രേഡ് കരസ്ഥമാക്കുന്നത്.
തിരുവനന്തപുരത്ത് നടന്ന 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ ഹൈസ്കൂൾ വിഭാഗം ലളിതഗാനാലാപന മത്സരത്തിൽ എ ഗ്രേഡ് കരസ്ഥമാക്കി അനുഗ്രഹീത ഗായിക കെ ഗായത്രി. കല്ലടത്തൂർ ഗോഖലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഗായത്രി. സാമഭാവം മിഴിയിൽ വിടരും പ്രേമസുരഭിയാം യാമം എന്ന ഗാനാലാപനമാണ് ഈ കൊച്ചു ഗായികയെ എ ഗ്രേഡ് നേട്ടത്തിൽ എത്തിച്ചത്. ഇതാദ്യമായല്ല, 2ാം തവണയാണ് ഗായത്രി എ ഗ്രേഡ് നേടി നാടിനും തന്റെ വിദ്യാലയത്തിനുമൊന്നാകെ അഭിമാനമായി മാറുന്നത്. കഴിഞ്ഞ വർഷം കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിലൂടെയാണ് ഗായത്രി നേട്ടം കൈവരിച്ചത്. പ്രിയദർശൻ ആനക്കരയുടെ കീഴിലായിരുന്നു ഗായത്രിയുടെ ലളിതഗാന പരിശീലനം. 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഗായത്രി ചെറിയ തോതിൽ പാട്ടുപാടാൻ തുടങ്ങിയിരുന്നതായി മാതാപിതാക്കൾ പറഞ്ഞു. മകളുടെ സംഗീതത്തിലുള്ള അഭിരുചി തിരിച്ചറിഞ്ഞ ഇവർ 5 വയസ്സിൽ തന്നെ സംഗീതത്തിൽ പരിശീലനം നൽകി തുടങ്ങി. കഴിഞ്ഞ 8 വർഷമായി സംഗീതം ശാസ്ത്രീയമായി അഭ്യസിച്ചു വരുന്നുണ്ട് ഗായത്രി. ദിവസവും മുടങ്ങാതെ അരമണിക്കൂർ സമയം സംഗീത പരിശീലനത്തിനായി ഈ കൊച്ചുമിടുക്കി മാറ്റിവെക്കും. ഗോഖലെ സ്കൂളിലെ തന്നെ ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകനായ ബേബി കൃഷ്ണകുമാറിന്റെയും വിദ്യയുടെയും മകളാണ് ഗായത്രി. ഇക്കഴിഞ്ഞ തൃത്താല ഉപജില്ലാ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട്, ലളിതഗാനം, ഒപ്പന എന്നിവയിൽ മത്സരിച്ച് 3 ഇനങ്ങളിലും 1ാം സ്ഥാനത്തെത്താനും ഗായത്രിക്കായി. മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയുമെല്ലാം അകമഴിഞ്ഞ പിന്തുണയാണ് തന്നെ നേട്ടത്തിന് അർഹയാക്കാൻ സഹായിച്ചതെന്ന് ഗായത്രി പറഞ്ഞു. ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിലെ ലളിതഗാനത്തിലെ എ ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ കഴിഞ്ഞ വർഷം മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഈ വർഷം ലളിതഗാനത്തിലാണ് കിട്ടിയത്. ഞാൻ 5 വയസ്സ് മുതൽ ലത ടീച്ചറുടെ അടുത്താണ് സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ 5 വയസ്സിന് ശേഷം പിന്നെ ഒരു 3ാം ക്ലാസ് മുതൽ ഇപ്പോൾ സിന്ധു ടീച്ചറാണ് എന്നെ സംഗീതം പഠിപ്പിക്കുന്നത്. 8 വർഷമായിട്ട് വട്ടംകുളത്തിൽ ടീച്ചറാണ്. പിന്നെ ലളിതഗാനം പഠിപ്പിച്ചത് ഒരു ആനക്കരയിലുള്ള ഒരു പ്രിയദർശൻ മാഷ്. അനിയത്തി പവിത്ര ഗായത്രിയുടെ തന്നെ വിദ്യാലയത്തിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. CCTV ന്യൂസ് തൃത്താല. പരുതൂർ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് അധ്യക്ഷയായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭി എടമന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹിദ ജലീൽ, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, MP ഉമ്മർ, AKM അലി, മിനിമോൾ, ശാന്തകുമാരി, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മഞ്ജുഷ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PK ചേക്കുട്ടി, നിർവഹണ ഉദ്യോഗസ്ഥർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നാടപ്പറമ്പ് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പരുതൂർ ഹൈസ്കൂളിൽ സ്പെഷ്യൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ഗിരീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വാഹിദ് ജലീൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ, PTA പ്രസിഡന്റ് അൻവർ, SMC പ്രസിഡന്റ് TK നൌഷാദ്, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നെൽകൃഷിക്ക് ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം ആരംഭിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വിവിധ പാടശേഖരങ്ങളിൽ 80 ഏക്കറിൽ വളപ്രയോഗം നടത്തി. നെൽകൃഷിക്ക് സൂക്ഷ്മ മൂലക മിശ്രിതം ഡ്രോൺ വഴി തെളിച്ച് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൃഷി വകുപ്പ്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളിലെ നെൽകൃഷിയിലാണ് ഈ നൂതന വിദ്യ നടപ്പാക്കിയത്. 80 ഏക്കർ കൃഷിയിടത്തിലാണ് മിശ്രിതം തളിച്ചത്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ സൂക്ഷ്മ മൂലക മിശ്രിതം തളിക്കുന്നതിന് ഡ്രോൺ പരീക്ഷണം നടപ്പാക്കുന്നത് ആദ്യമായാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ ഡ്രോൺ പറത്തലിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല അരിയുടെ വർഷം
ഭക്ഷണം കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള കൃഷി കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ തലമുറയായിട്ട് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കൃഷി ചെയ്ത് നമ്മുടെ വീട്ടിൽ നെല്ല് കുത്തി അരി വെച്ച് കഴിച്ചിരുന്ന ആളുകളാണ് നമ്മളൊക്കെ. പക്ഷെ ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്നത് ഇത്തരത്തിലുള്ള കൃഷികൾ മുന്നോട്ട് നടത്തി പോകാത്തത് കാരണമാണ്. അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഇങ്ങനെ പാടം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അതിനിപ്പോൾ നമുക്കറിയാം, മരുന്ന് തളിക്കുന്നതിന് ഒരാളെ മെനക്കെട് നമുക്ക്. വൈസ് പ്രസിഡന്റ് കെ റഷീദ് അധ്യക്ഷനായിരുന്നു. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ കെ വൃന്ദ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം സൽമത്ത് പറമ്പിൽ, കൃഷി ഓഫീസർ ആര്യ കൃഷ്ണ, കൃഷി അസിസ്റ്റന്റ് വി സുധ, പാടശേഖര സമിതി ഭാരവാഹികളായ വി ഉമ്മർ ഹാജി, വി ശങ്കരനാരായണൻ, പറമ്പിൽ അബുഹാജി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. കൊണ്ടൂർക്കര പാമ്പാടി പാടശേഖരങ്ങളായി 400 ഏക്കറോളം നെൽകൃഷിയുണ്ട്. മിശ്രിതം ഇലകളിലേക്ക് മുകളിൽ നിന്നും തളിക്കുന്ന ആധുനിക രീതിയിലാണ് ഡ്രോൺ വഴി നടപ്പാക്കിയത്. കൂടുതൽ വിസ്തൃതിയിൽ ഫലപ്രദമായ രീതിയിൽ മിശ്രിതം ഡ്രോൺ വഴി തെളിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. സമഗ്ര ശിക്ഷ കേരള തൃത്താല BRCയുടെ നേതൃത്വത്തിൽ UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപകർക്കായി ബഡ്ഡിംഗ് റൈറ്റേഴ്സ് ശില്പശാല സംഘടിപ്പിച്ചു. BRC ഹാളിൽ നടന്ന പരിപാടി തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. BPC P ദേവരാജ് അധ്യക്ഷത വഹിച്ചു. AO K പ്രസാദ് മുഖ്യാതിഥിയായിരുന്നു. KS സിജിൽ, പ്രജീഷ് പള്ളിപ്പുറത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുട്ടികളിൽ സാഹിത്യാഭിരുചി വളർത്തുന്നതിനും സർഗാത്മക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ബഡ്ഡിംഗ് റൈറ്റേഴ്സ്. വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 24ഓളം അധ്യാപകർ പങ്കെടുത്തു. പട്ടാമ്പി കൈത്തളി മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന് ഭക്തി നിർഭരമായി തുടക്കം. വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് തുടങ്ങി. ദേവാ തവ നാമം ചൊല്ലിടാരാധന ചെയ്തും കൊണ്ടൊരു ലോകോപകാരിയതാവും ഞാനിന്നോടെ സ്വപ്നമരെന്നും. കൈത്തളി തിരുവാതിര മഹോത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. തിരുവാതിര മഹോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ സുധാകുമാരി ദീപം തെളിയിച്ച് നിർവഹിച്ചു. മഹാദേവന്റെ സ്വന്തം ആൾക്കാരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷം. എല്ലാവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിരുവാതിര ആഘോഷം തുടങ്ങുകയാണ്. സ്ത്രീകളുടെ ആഘോഷമായിട്ട് സാധാരണ അങ്ങനെ അമ്പലങ്ങളിൽ അങ്ങനെ ഇല്ല. ചില സ്ഥലങ്ങളിൽ ഈരാണിക്കുളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ തിരുവാതിരയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രം തുറക്കുന്നത് തന്നെ. ഇത് അതിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. മഹാദേവ ക്ഷേത്രത്തിൽ വന്നപ്പോൾ കണ്ടു, മഹാദേവനും ഒരു ഭാഗത്ത് ഗണപതി, മറ്റൊരു ഭാഗത്ത് സുബ്രഹ്മണ്യൻ, പിൻവിളക്കായിട്ട് ഭഗവതിക്ക് കുടുംബം നിൽക്കുന്ന ഒരു ഭഗവാനും ഫാമിലിയും. അല്ലേ, ഫാമിലിയോട് ഇരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരും വളരെ സംതൃപ്തരാവും. അങ്ങനെ ആവണല്ലോ, അതല്ലേ. പട്ടാമ്പി നഗരസഭാ കൗൺസിലർ C സംഗീത അധ്യക്ഷത വഹിച്ചു. പട്ടാമ്പി പടിഞ്ഞാറേമഠം ദേവസ്വം ട്രസ്റ്റ് ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് സിനി ഷൊർണൂർ, ഗണേശഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ഡോക്ടർ ധന്യ, അഞ്ജലി സുധീഷ് പെരിങ്ങോട്, വാണി സാജൻ, പത്മജ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. വളരെയേറെ 2000 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം, വളരെ പരിപാവനമായ ഈ ക്ഷേത്രം, അതിന് ചുറ്റുപാടും അതിനനുബന്ധിച്ചും ഇപ്പോഴും മനുഷ്യർ തമ്മിലുള്ള ആ ഒരു മനസ്സുകളുടെ അകലം കുറയ്ക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ നല്ല മനുഷ്യരുടെ മനസ്സിന്റെ ഒരു പരിശ്രമം കൂടിയാണ് ഇത്തരം തിരുവാതിര ആഘോഷത്തിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്നത്. അത് ഇന്നും വളരെ ആ മേന്മയോടുകൂടി ഓരോ വർഷവും മേന്മ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കൈത്തളിയിലെ എല്ലാ പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്സവവേദിയിൽ കലാമണ്ഡലം രേഷ്മ രാജഗോപാലും സംഘവും വിവിധ നൃത്തരൂപങ്ങൾ കോർത്തിണക്കി നൃത്തസന്ധ്യയും അവതരിപ്പിച്ചു.
വരവൂർ സ്കൂൾ പരിസരത്ത് നടന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പി യശോദ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വി സേതുമാധവൻ, പി അനിത, ഹെൽത്ത് ഇൻസ്പെക്ടർ ജോയ് ജോൺ, തൊഴിലുറപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 2025 അവസാനിക്കുമ്പോഴും എല്ലാ ഗ്രാമപഞ്ചായത്തുകളും മാലിന്യമുക്തമാവണം. 2500 രൂപ മിനിമം ഈ വലിച്ചെറിയുന്ന ഇതിനൊരു സർക്കാർ ഒരു വാട്സപ്പ് നമ്പർ ഇറക്കിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ശുചിത്വ മേഖലയുമായി ബന്ധപ്പെട്ട ആരുടെ വാട്സപ്പിലേക്കും നിങ്ങൾ ഈ ഒരു വലിച്ചെറിയുന്ന ഒരു പ്രവണത മറ്റുള്ള ആളുകളിൽ കണ്ടാൽ അത് തെളിവ് സഹിതം അയച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രോത്സാഹനമായിട്ടാണ് 2500 രൂപ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1983-84 വർഷം SSLC കഴിഞ്ഞ് പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ 40 വർഷത്തിനു ശേഷം വീണ്ടും സംഗമിക്കുമെന്ന് ഭാരവാഹികൾ കൂറ്റനാട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 11 സുഖദം എന്ന പേരിലാണ് കുടുംബസംഗമം സംഘടിപ്പിക്കുന്നത്. ഗുരുവന്ദനം, ലോഗോ പ്രകാശനം, കലാപരിപാടികളും ഉണ്ടാകും. റിട്ടയേർഡ് പ്രിൻസിപ്പൽ പരമേശ്വരൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്യും. വിശ്രമജീവിതം നയിക്കുന്ന പൂർവ്വ അധ്യാപകരെ വീടുകളിൽ ചെന്ന് ആദരിക്കുമെന്നും ഭാരവാഹികളായ PV വാപ്പുട്ടി, CP രവീന്ദ്രൻ, TV ഹരിദാസൻ, M നന്ദൻ, T പ്രേമ, PV ജയലക്ഷ്മി എന്നിവർ അറിയിച്ചു. നമ്മൾ വളരെ കാലം 40 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ആയുസിൻ്റെ ഒരു 70% നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത്രയും വൈകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകാലങ്ങളിലൊന്നും സോഷ്യൽ മീഡിയ അത്ര ആക്റ്റീവല്ല. അതിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ തുടങ്ങി വെച്ച് നമുക്ക് നമ്മുടെ കൂടെ സഹപാഠികളെ കണ്ടെത്തി ഒരു ഒത്തുചേരലിനെ നമ്മൾ തീരുമാനിക്കുകയും വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങളൊരു ലോഗോ അടങ്ങിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇപ്പം 150ഓളം പേര്, ആദ്യം കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ആദ്യം ഒരു ഇത് തുടങ്ങി വെച്ചപ്പോൾ ആൾ കുറച്ചേ ഉണ്ടായുള്ളൂ. പിന്നെ അതിന് ശേഷം ഞങ്ങളൊരു 5-6 ആൾ കൂടി അത് വിപുലീകരിച്ചു. അപ്പോൾ അത് ഇപ്പോൾ നല്ല ലെവലിലാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഒരു മറ്റേ സാമ്പത്തികമായി ഇതായിട്ട് അസുഖങ്ങൾ ഉറപ്പില്ല. എന്തായാലും പിന്നെ ഒരു വർക്കിംഗ് ഡേയ്സ് ആണ്. ഈ സംഗമത്തിന് വേറൊരു പ്രത്യേകത കൂടി, നമ്മുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇപ്പോൾ 56 വയസ്സ് പിന്നിടുകയാണ്. അവരൊക്കെ പല അധ്യാപകരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരൊക്കെ സർവീസിലുള്ള റിട്ടയർമെന്റ് ടൈമാണ് ഈ വർഷം. അവർ റിട്ടയർ ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്താണ് നമ്മൾ ഒരു വിദ്യാർത്ഥി സംഗമം എന്ന രീതിയിൽ ഇപ്പോൾ തുടങ്ങി വയ്ക്കുന്നത്. എന്തായാലും ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.